പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഇന്നലത്തെ വൺഡേ ശുശ്രൂഷ ശക്തമായ ഒരു അനോയിന്റിങ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്നലെ ഈവനിങ്ങിൽ താമസിക്കാനും തുടങ്ങി. 20ഓളം പേര് ശുശ്രൂഷയില് നല്ല ഒരു സിസ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ശരിക്കും പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ശരിക്കും സിസ്റ്റേഴ്സ് അതിൽ നമുക്ക് ശരിക്കും താമസിക്കാനൊന്നും സിസ്റ്റേഴ്സിന് അധികം സൗകര്യമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു സിസ്റ്റർ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് സിസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം ഭയങ്കരമായ ഒരു അഭിഷേകമാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഒരു സിസ്റ്റർ സുദീപ വന്നത് ഓർക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സിസ്റ്ററാണ് നമ്മുടെ സെൻറ്റ് മേരീസിലെ ധ്യാനം കൊടുക്കുന്ന സിസ്റ്റർക്ക് വേണ്ടിയും അതുപോലെ എല്ലാ മക്കൾക്കും വേണ്ടി 19-20 പേർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. ഹല്ലേലൂയ. ഇനി ഇന്ന് നോക്കി കുമ്പസാര ദിവസമാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതലാണ് കുമ്പസാരം. നന്നായിട്ട് പ്രാർത്ഥിച്ച് അത് ശരിക്കും നമ്മുടെ ഒരു കൂട്ടുത്തരവാദിത്തമായിട്ട് നിങ്ങളത് കാണണം. നമ്മുടെ ഒരു കുടുംബമായിട്ടാണ് അച്ഛനത് പറയുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 40:31. അതിന് പറയാണ്, എന്നാലിനൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അവര് കഴുകനെ പോലെ ചിറകടിച്ചുയരും. സാധാരണ രീതിയിൽ കുറേ ദൈവത്തിൽ ആശ്രയിക്കാത്തവരാണെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി പ്രതികൂലങ്ങൾ വരുമ്പോൾ നഷ്ടധൈര്യരാകും, തകർന്നു പോകും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണെങ്കിൽ പ്രിയ സഹോദരങ്ങളെ അവിടെ മാറ്റം ഉണ്ടാകും. അവൻ ചിറകടിച്ചുയരും. അവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ തളർന്നു, ക്ഷീണം, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന കുഞ്ഞാണോ പ്രിയ പൈതലേ? കർത്താവിൽ ആശ്രയിക്കുക. കർത്താവ് നമുക്ക് വിജയം നൽകും. ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മകനും കർത്താവിൽ ആശ്രയിക്കാനായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഒരു അഭിഷേകം കർത്താവിൽ ദാസർക്ക് നൽകണമേ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.